പാർട്ടിയും സർക്കാരും ഒരുപോലെ ആഞ്ഞുപിടിച്ചിട്ടും പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധി CPM-ന് കനത്ത പ്രഹരമായി. ലക്ഷങ്ങൾ മുടക്കി സുപ്രീം കോടതിയിൽ അഭിഭാഷകനെ വെച്ച് CBIയെ തടയാൻ ശ്രമിച്ചതായിരുന്നു ആദ്യ തിരിച്ചടി. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമനടക്കം കുറ്റക്കാരെന്ന് കോടതി വിധിച്ചതോടെ CPM-നത് ഇരട്ട പ്രഹരമായി. പോവാനനുവദിക്കും, സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തല. അങ്ങനെയൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഒന്നാം പ്രതി പീതാംബരൻ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. 14-ാം പ്രതി മണികണ്ഠൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയുമാണ്. 21-ാം പ്രതി രാഘവൻ പാക്കം ലോക്കൽ സെക്രട്ടറിയായിരുന്നു. അന്വേഷണം രാഷ്ട്രീയ ഗൂഢാലോചനയെന്നാണ് CPM പ്രതികരണം. CBI ഇത് ബോധപൂർവം ഈ നേതാക്കളെ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ കാര്യത്തിൽ ഗൗരവമായ പരിശോധന ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, തുറന്നു പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നേതാക്കന്മാരെ പ്രതികളാക്കുകയാണ് CBI. 10 പ്രതികളെ വെറുതെ വിട്ടതിനെ കോൺഗ്രസും ചോദ്യം ചെയ്യുന്നു. കേരള ഗവൺമെൻറ് ധാർമ്മികത എന്ന് പറയുന്നുണ്ടെങ്കിൽ രാജിവെക്കണം. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഗവൺമെൻറ് മനുഷ്യൻ്റെ ജീവനെടുത്ത പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഖജനാവിൽ നിന്ന് ചെലവാക്കിയത്. 2019-ൽ നടന്ന പെരിയ ഇരട്ടക്കൊല കാസർകോട്ടെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിച്ചിരുന്നു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടിയാണ് ജില്ലയിൽ CPM-നുണ്ടായത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.